ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈച്ച പറയുകയാണ്, ആ പൂക്കടയിൽ പൈസ കൊടുത്ത സ്ത്രീ ഏതാണെന്ന് എനിക്കറിയാം. അതിനു മുമ്പ് ഞാനൊരു സ്റ്റണ്ട് കഥ പറയാം. അപ്പോൾ ആദ്യം തന്നെ അച്ചമ്മയുടെ വീടാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. എല്ലാവരും ഞെട്ടി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈച്ച പിന്നെ ആ ഭാഗമാണ് കാണിക്കുന്നത്. അച്ചമ്മയുടെ ഒരു പണിക്കാരെ കൊണ്ട് പ്ലാവിൽ കയറ്റിച്ച് ചക്ക മുഴുവൻ ഇടിക്കുകയാണ്. അങ്ങനെ ചക്ക ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്താണ് ബാക്കി ഇടാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും മൂത്തിട്ടില്ല അച്ഛമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈച്ച അവിടേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്ത് നീ മുങ്ങിയിട്ട് ഇപ്പോഴാണ് നീ വരുന്നതല്ലേ, നിന്നെ ഞാനുണ്ടല്ലോ, അപ്പൊ എന്തിനാ അച്ഛമ്മ എന്നെ തല്ലാനാണോ വടി തരയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കോടാലി കിട്ടുകയാണെങ്കിൽ ആ മരം കൊത്താന്ന് പറഞ്ഞു പോയിട്ട് നീ അത് ചെയ്യാതെ പോയതല്ലേ, അപ്പൊ അത് എന്നെ കൊണ്ട് ചെയ്യിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ ഞാൻ ചെയ്തു തരാച്ചമ്മേ, പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അത് പറയാനാ വന്നത്. എന്താണ് നിനക്ക് വല്ല പൈസ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പൈസ വേണ്ട, പക്ഷെ രേവതിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. രേവതിക്ക് എന്തിനാടാ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അവളിങ്ങനെ വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അവളെ കയ്യിൽ ഇപ്പോൾ 3.5 ലക്ഷം രൂപയേ ഉള്ളൂ, 1.5 ലക്ഷം രൂപയും കൂടി കിട്ടണം. അതിപ്പോൾ അവർ അന്വേഷിച്ച് നടക്കാണ്, ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കണം, ഇല്ലെങ്കിൽ അവർക്ക് ആ കച്ചവടം കിട്ടില്ല എന്ന് പറയുമ്പോൾ നിന്നെ അവർ പറഞ്ഞു വിട്ടതാണോ എന്നോട് പൈസ ചോദിക്കാൻ വേണ്ടി? എല്ലാ അച്ഛമ്മയും, ഞാൻ സച്ചിയുടെ വിഷമം കണ്ട് അച്ഛമ്മയുടെ അരികിലേക്ക് എൻ്റെ സ്വയം ഇഷ്ടത്തിന് പറയാൻ വന്നതാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനെന്താ, നമുക്ക് കൊടുക്കാം, 1.5 ലക്ഷം രൂപയല്ലേ ബാക്കി വേണ്ടു, ഞാൻ കൊടുത്തോളാം അവർക്ക് എന്ന് പറയുന്നുണ്ട്. എന്നാ അച്ഛമ്മ ആ പൈസ എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ കൊണ്ടു കൊടുക്കാം എന്ന് പറയുമ്പോൾ അത് വേണ്ടടാ, ഞാൻ കുറച്ചായില്ലേ അവരൊക്കെ കണ്ടിട്ട്, നീ വായോ നമുക്ക് ഒന്നിച്ച് അവിടെയൊക്കെ പോയിട്ട് പൈസയും കൊടുത്ത് അവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നാൽ ശരി അച്ഛമ്മ, റെഡി ആയിട്ട് വായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛമ്മ റെഡി ആയിട്ട് അവരങ്ങനെ 2 വീലറിൽ വരികയാണ്. ആ സമയത്താണ് രേവതിയുടെ കയ്യിൽ നിന്നും ഗുണ്ടകൾ പണം തട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ച കുറച്ച് ദൂരെ നിന്ന് അവർ കാണുന്നത്. അപ്പൊ ഈച്ച പറയുന്നുണ്ട്, രേവതിയല്ലേ അത്, പെങ്ങളല്ലേ അത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിടരുതട അവരെ. അപ്പൊ രേവതിയെ തട്ടിയിടുന്നതൊക്കെ കാണുന്നുണ്ട്. രേവതി പൂക്കടക്കാരനോട് സംസാരിക്കുന്ന ഇടയിൽ അവളുടെ പിന്നിലൂടെ അവർ കവർ ചെയ്ത് പോയി, പക്ഷെ ഇവർ കണ്ടില്ല. അങ്ങനെ അവര് ആ ഗുണ്ടകളെ പിന്തുടർന്ന് പിടിക്കുകയും ഗുണ്ടകൾക്ക് മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസ ഇങ്ങോട്ട് തരാൻ പറയുന്നുണ്ട്. പൈസ തരാനോ പോടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. അച്ചമ്മയുടെ കഴുത്തിന് പിടിക്കുകയും ഈച്ചയുടെ കഴുത്തിന് മറ്റൊരു ഗുണ്ട പിടിക്കുകയും ചെയ്യുമ്പോൾ ഈച്ച പറയുന്നുണ്ട്, അച്ചമ്മയെ നോക്കി നിൽക്കാതെ എന്നെ രക്ഷിക്കുക, അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും, അച്ചമ്മ ആറ്റകൈ പ്രയോഗം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അച്ചമ്മ നേരെ മർമ്മപ്രയോഗം ചെയ്യുകയാണ്. ഒരാളെ കഴുത്തിലും അതുപോലെ തന്നെ മറ്റാളുടെ വയറിന്റെ ആ ഭാഗത്തായിട്ടും ഒരു കുത്തു കൊടുക്കുകയാണ് വിരൽ കൊണ്ട്. അങ്ങനെ അത് കണ്ട് അവരാകെ സ്തംഭിച്ച് അവർക്ക് പിന്നെ ഒരു അടി അനങ്ങാൻ പോലും കണ്ണ് ചിമ്മാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ പ്രതിമ പോലെ നിൽക്കുകയാണ്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും പൈസ താഴെ വീഴാൻ പോകുമ്പോൾ അച്ചമ്മ പിടിക്കുകയും അങ്ങനെ എന്തായാലും അവിടെ നിൽക്കട എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പോവാൻ നിൽക്കുന്ന സമയത്താണ് പോലീസ് വരുന്നത്. അപ്പോൾ ഈച്ച പറഞ്ഞു, നമ്മൾ പോലീസിനെ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ പോലീസ് പറയാണ്, ഒരാൾ വിളിച്ച് പറഞ്ഞായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ തട്ടിയെന്ന്. അതിന്റെ എന്തായാലും അതുമായ അന്വേഷണത്തിന് ഞങ്ങൾ ഇറങ്ങിയത്, ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ അച്ചമ്മയോട് പോലീസ് പറയുന്നുണ്ട്, ആ പൈസ ഇങ്ങോട്ട് തായോ, കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, അതിനുശേഷം ആ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുന്നത്, നിങ്ങളോട് ആരും ഇവിടേക്ക് വരാൻ പറഞ്ഞത്, വണ്ടി എടുക്കടാ എന്നും പറഞ്ഞിട്ട് പൈസ ഒന്നും കൊടുക്കാതെ അച്ചമ്മ അതുകൊണ്ട് വേഗം പൂക്കടക്കാരന് കൊടുക്കുകയാണ്. പൂക്കടക്കാരന് 5 ലക്ഷം മതി എന്ന് പറയുമ്പോഴും 1.5 ലക്ഷം കൂടി കൂട്ടി, അതായത് അച്ചമ്മ കൊണ്ടുവന്ന 1.5 ലക്ഷം കൂടി അങ്ങനെ 6 ലക്ഷം രൂപ കൊടുക്കുകയാണ്. എന്തായാലും രേവതിയെ വിളിച്ചിട്ട് പൈസ കിട്ടി, ഒരു സ്ത്രീ കൊണ്ട് തന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവൾക്ക് ആശ്വാസം ആയിക്കോട്ടെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പ്രകാരമാണ് ആ പൂക്കടക്കാരൻ രേവതിയെ വിളിച്ച് പറയുന്നതും കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഈച്ച പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇതാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ചമ്മയോട് നന്ദിയൊക്കെ പറയുകയാണ്. രേവതി പൊട്ടിക്കരഞ്ഞിട്ട് അച്ചമ്മയുടെ നെഞ്ചിലോട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. സച്ചി നന്ദി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർക്കൊരു സംശയം, അല്ല ഇതിപ്പോൾ ഹേമ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയാമെന്ന് സച്ചി പറയുന്നുണ്ട്. അല്ല, ഈ ഹേമയെ ആരായിരിക്കും ഞാൻ ഇവിടെ നിന്ന് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്ന കാര്യം അവരെങ്ങനെ അറിഞ്ഞു എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ആകെ വെപ്രാളാവാണ് നമ്മുടെ ചന്ദ്രയ്ക്ക്. ചന്ദ്രയുണ്ട് അവിടെ, രവീന്ദ്രനുണ്ട്. അപ്പോൾ ചന്ദ്ര ആകെ പേടിച്ചിട്ട് പറയുകയാണ്, അത് പിന്നെ ഞാനല്ല കേട്ടോ, ഞാനൊന്നും വിളിച്ച് ആരെയും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ചന്ദ്ര തന്നെയാണെന്ന് മനസ്സിലാവാണ്. എന്തായാലും അവൾക്കൊരു പണി കൊടുക്കണ്ടേ എന്ന് രവീന്ദ്രനോട് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നത്, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ആൾക്കാരല്ലേ അമ്മേ, പൊക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഈ വീട്ടിൽ സ്വസ്ഥത ഇല്ലാതാക്കിയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ട് കളയുകയാണ്.
എന്തായാലും രേവതി മുഖത്ത് നോക്കി, ചന്ദ്രയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ, ഞാൻ ഇത്തിരി ഉയർന്നു പോകുന്ന കണ്ടപ്പോൾ എന്നെ വലിച്ച് താഴേക്കിടാൻ നോക്കിയതാണല്ലേ എന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇവളെ ശ്രീകാന്തിനെയും വർഷയും കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞങ്ങനെ നിന്ന അച്ചമ്മ, അല്ലെങ്കിൽ ഇനി വേണ്ട, അവർ വരാൻ നേരം വൈകൂലേ എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും വരികയും അവരെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ചമ്മയെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഇട്ടട സച്ചി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചി അച്ചമ്മയും കൊണ്ട് പോവുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി അവിടെ നിന്നും പോവുകയാണ്. രേവതിയോട് ശ്രദ്ധിക്കണം, വർഷയെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ അച്ഛൻ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സുധിയെ കാണിക്കുകയാണ്. അങ്ങനെ സുധിയാണെങ്കിൽ കടയിൽ നിൽക്കുകയാണ്. അപ്പൊ സുധിയുടെ കൂട്ടുകാരൻ വരുന്നുണ്ട്. എടാ, നിനക്ക് അവളെ മറക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം, എന്തായാലും നീ ബലം പിടിച്ച് നിൽക്കണത് എന്തിനാ, അവള് നിന്റെ അരികിലേക്ക് വരുമ്പോൾ നിനക്ക് സംസാരിച്ചൂടെ എന്ന് ചോദിക്കണം. അപ്പൊ നിനക്ക് വീട്ടിൽ കൊണ്ടുകൂടെ എന്ന് ചോദിക്കാം. അമ്മയെ എതിർത്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നിനക്കറിയില്ല എന്ന് ചോദിക്കാം. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരനെ പറ്റി ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ നിന്റെ ഒരു സിറ്റുവേഷനിലായിരുന്നു അവനും. ഇടയ്ക്കിടയ്ക്ക് അവള് കാണാൻ വന്നിരുന്നു, പക്ഷെ അവൻ മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ അവള് മറ്റൊരു പ്രണയത്തിൽ കുടുങ്ങി അവള് ഒരു കത്ത് എഴുതി വെച്ചിട്ട് അസലായിട്ട് അവന്റെ കൂടെ പോയി എന്ന് പറയുമ്പോൾ സുധി ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.